ഹായ് ഹലോ ഏഞ്ചൽ വോയിസിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിരിക്കുന്നു, ഹെൽത്തി ആയിരിക്കുന്നു വിശ്വസിക്കുന്നു. നമുക്ക് നോക്കാം നിങ്ങളുടെ ഇന്നത്തെ എനർജി എന്താണ്, നിങ്ങളുടെ പേഴ്സൻ്റെ ഇന്നത്തെ എനർജി എന്താണ്. പ്ലീസ് കെറ്റ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസിൻ്റെ ഇന്നത്തെ എനർജി 2 ഓഫ് കപ്പ്. നിങ്ങൾ നിങ്ങളുടെ പ്രണയവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും കൊടുക്കൽ വാങ്ങലുകൾ സാമ്പത്തികവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചീറ്റിംഗ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ ചീറ്റിങ്ങുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഒരുപാട് ബേർഡൻ അനുഭവിക്കുന്നതായി കാണുന്നു. ഓക്കെ, ഇതാണ് നിങ്ങളുടെ ഇന്നത്തെ എനർജി. ഇതിലൊരു മാറ്റം ഉണ്ടാകുമോ എന്ന് നോക്കട്ടെ. പ്ലീസ് കെറ്റ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസ് ഈ അനുഭവിക്കുന്നതായിട്ടുള്ള ഈ സാമ്പത്തികമോ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഈ അനുഭവിക്കുന്ന ബേർഡനിൽ നിന്നും ഒരു മാറ്റം എൻ്റെ വ്യൂസിന് ഉണ്ടാകുമോ? പ്ലീസ് കെറ്റ് മീ മദർ യൂണിവേഴ്സ്. മാറ്റമാണ് വന്നിരിക്കുന്നത്. ഓക്കെ, ഒരു തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിലൊരു മാറ്റം സംഭവിക്കും എന്നുള്ള ഒരു എനർജിയാണ്. എന്തുകൊണ്ടാണ് ഇവിടെ 2 ഓഫ് കപ്പ് വന്നിരിക്കുന്നത്? 2 ഓഫ് കപ്പ് എന്ന് പറയുന്നത് നിങ്ങളിൽ ചില കാര്യങ്ങൾ എവിടെ തുടങ്ങണം, എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിന്നിരുന്ന നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ മുന്നിൽ ചെയ്യണമെന്ന് അറിയാതിരുന്ന ചില കാര്യങ്ങൾക്ക് നിങ്ങൾക്കൊരു ബോധം ലഭിക്കുന്നതായി കാണുന്നു. ഓക്കെ, ഒരു ബോധം ലഭിക്കുന്നതായി കാണുന്നു. ഇപ്പം നിങ്ങൾ ആകെ തളർന്നിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ അതിൽ നിന്നെല്ലാം ഒരു മാറ്റം, എല്ലാ കാര്യങ്ങളും ശരിയായി വന്ന് നിങ്ങൾ നിങ്ങളുടെ പ്രണയവുമായിട്ട് മുന്നോട്ട് പോകുന്നു. അല്ലെങ്കിൽ നിങ്ങളുടെ സാമ്പത്തികത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിങ്ങൾ തളർന്നിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആ സാമ്പത്തികത്തിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുവാൻ യൂണിവേഴ്സ് വന്നു ചേരുന്നു എന്നുള്ള ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു മാറ്റം സംഭവിക്കുന്നതാണ്. എന്തുകൊണ്ടാണ് ഇവിടെ 10 ഓഫ് സോഡിൻ്റെ എനർജി വന്നിരിക്കുന്നത്? നിങ്ങളെ ചില വ്യക്തികൾ തളർത്തിയിട്ടിട്ടുണ്ടെങ്കിൽ, മാനസികമായി തളർത്തിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ചീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, നിങ്ങളെ പറഞ്ഞു പറ്റിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്കൊരു മാറ്റം വരുന്നു. സണ്ണിൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത്. എല്ലാം ഹീലാകുന്നു. തകർന്നു പോയി ഇനി എഴുന്നേൽക്കില്ല എന്ന് വിചാരിച്ച മുറിവുകളെല്ലാം ഇവിടെ ഹീലിംഗ് സംഭവിക്കുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരം ഹീലായി, നിങ്ങളുടെ ഓറ പവർഫുള്ളായി. യൂണിവേഴ്സിൻ്റെ സപ്പോർട്ട്, ഈ ഹീൽ ചെയ്യുന്ന കൈകളെന്ന് പറയുന്ന യൂണിവേഴ്സിൻ്റെ കൈകളാണ്. നിങ്ങൾ ഏത് വിഷയത്തിലാണോ നിങ്ങൾ ഒരുപാട് തളർന്നു പോയത്, നിങ്ങൾ മുറിവേറ്റത്, സാമ്പത്തികത്തിലാണോ റിലേഷൻഷിപ്പിലാണോ, നിങ്ങളെ യൂണിവേഴ്സ് ഹീൽ ചെയ്യുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. നിങ്ങളുടെ ഓറ ഇത്രത്തോളം പവറായി മാറുവാൻ പോകുന്നു. ഓക്കെ, വിശ്വസിക്കുന്നവർക്ക് മഹത്വം കാണാം. താങ്ക് യു യൂണിവേഴ്സ്. നമുക്ക് നോക്കാം നിങ്ങളുടെ പേഴ്സൺ നൽകുന്ന മെസ്സേജ്. ഫസ്റ്റ് സെക്കൻഡ് 2 കാർഡ്സിൽ ഒരു കാർഡ്സ് സെലക്ട് ചെയ്യുക. ഫസ്റ്റ് കാർഡ് സെലക്ട് ചെയ്ത വ്യക്തികൾക്ക് നിങ്ങളുടെ പേഴ്സൺ നൽകുന്ന മെസ്സേജ് എന്ന് പറയുന്നത്, നിങ്ങളുടെ പേഴ്സണ് നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണ്. അൺകണ്ടീഷണലായിട്ട് തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഇഷ്ടപ്പെടുന്നത്. ആ ചെറിയ ബുദ്ധിമുട്ട് കാരണമായിരിക്കാം നിങ്ങളിലേക്ക് അവർ ശ്രദ്ധിക്കാത്തത്. ഒന്നെങ്കിൽ ജോലി ആയിരിക്കാം, അല്ലെങ്കിൽ അവരുടെ കുടുംബ ജീവിതമായിരിക്കാം, അല്ലെങ്കിൽ പാരൻസ് ആയിരിക്കാം. അവർക്ക് ഇപ്പോൾ നിങ്ങളെ ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല. രണ്ടാമത്തെ കാർഡുകാർ പറയുന്നത്, നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നത് ഒരുപക്ഷെ നിങ്ങൾ അവരുടെ പേരൻസുമായിട്ടുള്ള ജീവിതത്തിൽ നിങ്ങൾ പരാജയപ്പെട്ടു പോയി, അല്ലെങ്കിൽ അവരുടെ ഇഷ്ടങ്ങളിൽ അവർ ചിലപ്പോൾ അവർക്ക് ഫ്രണ്ട്സുകൾ ഉണ്ടായിരിക്കാം, അവരുടെ ജോലി ഉണ്ടായിരിക്കാം, അതുമായി അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങൾ പോകുന്നതിൽ നിങ്ങൾ പരാജയപ്പെട്ടു പോയി എന്ന് അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. അപ്പം ചില കാര്യങ്ങൾ വിട്ടുവീഴ്ച ചെയ്തെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാമായിരുന്നു എന്നുള്ളൊരു മെസ്സേജാണ് ഇവിടെ നൽകുന്നത്. ഓക്കെ.